തിരക്ക് പിടിച്ച സമയങ്ങളിൽ വളരെ ടേസ്റ്റിയായി നല്ല ചാറോട് കൂടിയ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോളം ചിക്കനാണ് കേട്ടോ. നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് നേരം മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഒരു 18 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അധികവും ചെറിയ അല്ലികളായതുകൊണ്ടാണ് കേട്ടോ 18. 2 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് വേണ്ടത് വലിയ ഉള്ളിയാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള 4 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതാ കനം കുറച്ചിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2 തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതാ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ്. ഗരം മസാല ഒരു 3/4 ടീസ്പൂൺ, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല. നമ്മുടെ ഈ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു കഷ്ണം പട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂ, 2 ഏലക്കായ, അതുപോലെ തന്നെ പെരിഞ്ചീരകം കേട്ടോ. 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ചേർക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കുക്കർ നല്ല പോലെ ചൂടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിൽ തന്നെ ഈ ഒരു പൊടികൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചേർത്ത പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ, അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്കതിലേക്ക് ഇനി കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂണോളം എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കാൻ, ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മസാലയ്ക്ക് അടിയിലുള്ളത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കൈ എടുക്കാതെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് ഇതാ ഒതുങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കാറ്. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അടി പിടിക്കുകയുള്ളൂ. ഇപ്പം തന്നെ മസാല ചെറുതായിട്ടൊന്ന് അടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു തക്കാളിയുടെ വെള്ളക്കയിലേക്ക് ചേരുന്ന സമയത്ത് പോകുന്നതാണ്. അപ്പോൾ ഞാനിത് ആ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കൈയെടുക്കാതെ ഇതും നല്ലപോലെ ഇളക്കി കൊടുത്തപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, തക്കാളിയുടെ നീരൊക്കെ നിറങ്ങിയ സമയത്ത് നമ്മുടെ അടി പിടിച്ച മസാല ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. മസാല കരിഞ്ഞതല്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു പച്ച മണക്കൊന്ന് മാറുന്നത് വരെ മിക്സാക്കി എടുത്താൽ മതി. കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. മസാല ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിലൊന്ന് അടിക്കാം. ഇതിങ്ങനെ വിസിൽ അടുപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിതൊന്ന് കുറച്ച് മസാല എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അങ്ങനെയും ചെയ്യുക, ഇങ്ങനെയും ചെയ്യുക. അതല്ലാതെ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് നേരിട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ എരിവ് കുറച്ചാണ് ഉണ്ടാക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഒരു മസാല ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നങ്ങോട്ട് മിക്സാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. അങ്ങനെ മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ ചിക്കൻ ചേർത്തതിന് ശേഷം വിസിലടിപ്പിക്കുമ്പോൾ ഒരു വിസിലാണ് ഞാൻ എടുക്കാറുള്ളത്. അതല്ല എങ്കിൽ കൂടുതൽ തവണ വിസിലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ഉടഞ്ഞു പോവുള്ളൂ. അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മുടെ കുക്കറൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ചിക്കൻ കറി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അവസാനമായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.